നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ വന്നു വീണ ഒരു വാർത്തയാണ് FCR. അതായത് നമ്മുടെ സന്നദ്ധ സംഘടനകൾക്ക് വിദേശത്തു നിന്ന് ധാരാളമായിട്ട് കോടിക്കണക്കിന് രൂപ ഒഴുകിയെത്തുന്നുണ്ട്. അതിലൊരു റെഗുലേഷൻ വരിക, അതിനൊരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയെ വയ്ക്കുക. നിയന്ത്രണം, കണക്കുകൾ മര്യാദയ്ക്ക് കൊടുത്തില്ലെങ്കിൽ ഈ സന്നദ്ധ സംഘടനകളുടെ പണം ഉപയോഗിച്ച് ഉണ്ടാക്കിയ സ്ഥാപനങ്ങൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുക, കണ്ടുകെട്ടുക ഒക്കെ അധികാരമുള്ള ഡെസിഗ്നേറ്റഡ് അതോറിറ്റി. ഇതോടുകൂടി പാലയിൽ മാത്രമല്ല കേരളത്തിലെ ബിഷപ്പുമാരെല്ലാം കൂടെ ഇളകി, ആഹാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത് കാണിക്കുന്നു എന്ന് പറയുന്ന അവരുടെ ഒരു ബ്ലാക്ക് മെയിൽ രീതിയിലുള്ള ഒരു വലിയൊരു എന്താ പറയുന്ന ഒരു ത്രട്ടനിങ് BJPക്കെതിരെ അവരുണ്ടാക്കുകയും ഒരു പക്ഷേ ഷോൺ ജോർജും BC ജോർജും കൂടെ സംയുക്തമായിട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ഈ സഭകളുടെ അധിപന്മാരെ, സഭകളെയല്ല, വൻതോതിൽ വിമർശിക്കുകയും ചെയ്തു. ഈ FCR നിങ്ങൾക്ക് ദോഷം ചെയ്യുമെന്നുള്ള കപട പ്രചാരണം നിങ്ങൾ നടത്തിയത്. പാരിസ് അബൂബക്കറിനെ പോലെയുള്ള ടൈൻറ്റഡ് പേഴ്സണാലിറ്റീസ് നടത്തുന്ന ദീപിക പത്രം അതിന് കൂട്ടുനിന്നതിനെയൊക്കെ അതിശക്തമായിട്ടുള്ള ഭാഷയിൽ വിമർശിച്ചു. BJP ഇതുവരെ ഇവരെ ഈ PC ജോർജിനെയോ ഷോൺ ജോർജിനെയോ തള്ളി പറഞ്ഞിട്ടില്ല ഇക്കാര്യത്തിൽ. അതിനിശ്ചിതമായ വിമർശനമാണ് സഭയ്ക്കെതിരെ ഉന്നയിച്ചത്. ഈ FCR പറ്റി നല്ല രീതിയിൽ നടക്കുന്ന സഭകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ? ഒന്നാമത് ഈ FCR എന്ന് പറഞ്ഞ നിയമം ഇന്ത്യ മാത്രമുള്ളതല്ല, ലോകമെങ്ങും ഉള്ളതാണ്. ലോകമെങ്ങും തീവ്രവാദി പ്രസ്ഥാനങ്ങളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് UN ചാർട്ടർ പ്രകാരം ഉണ്ടായ നിയമമായിരുന്നു. അത് ശരി, ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ പ്രകാരം ഇന്ത്യ ബാധ്യസ്ഥമാണ് ഇത് നടത്താൻ. എല്ലാ രാജ്യങ്ങളിലും ഈ തീവ്രവാദത്തിനെതിരായി നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഈ നിയമമുണ്ട്. ഓക്കെ. ഇന്ത്യയിൽ ഈ നിയമം തുടങ്ങിയത് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കും, കോൺഗ്രസിന്റെ കാലത്താണ് അല്ലേ? അതെ. പിന്നെ അതിനുശേഷം ഒരു അമെൻമെന്റ് വീണ്ടും വന്നത് മൻമോഹൻ സിംഗ് ഇരിക്കുന്ന കാലത്താണ്. ഇപ്പം വന്നിരിക്കുന്നത് വീണ്ടും ഒരു ലേറ്റസ്റ്റ് അമെൻമെന്റാണ്. അത് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ഒരുപാട് പരാതികളൊക്കെ വന്നപ്പം ഒരു ഇത് നിയമപരമായി തന്നെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കാൻ ഉപയോഗിക്കുന്നു, ആയുധങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഭീകരമായ പരാതിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ. അപ്പൊ അത് സൂക്ഷ്മമായി അവരത് കണ്ടുപിടിക്കുമ്പോൾ എന്തിനാ ഇവർ ഈ ക്രിസ്ത്യൻ സഭകളെ പേടിക്കുന്നത്? ഇവർ ചെയ്യുന്നുണ്ട്. മര്യാദയ്ക്ക് നമുക്ക് മടിയിൽ കനവില്ലെങ്കിൽ വഴിയിൽ പേടിക്കേണ്ട ആവശ്യമുള്ള കാര്യമില്ല. യഥാർത്ഥത്തിൽ ഇന്നലെ ഞാനൊരു വൈദികന്റെ പ്രഭാഷണം കേട്ടു. അപ്പം അങ്ങനെ ചോദിക്കുന്നേ, നിങ്ങൾക്ക് ഈ കണക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാ പേടിക്കുന്നു? അതെ, കണക്ക് വേണമല്ലോ, അക്കൗണ്ടബിലിറ്റി വേണ്ടേ? കണക്ക് കൊണ്ടൊരു കള്ളത്തരം കാണിക്കുന്നുണ്ടോ? ദേവസ്വം ബോർഡ് പോലാണോ നിങ്ങൾ? ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു. മാത്രമല്ല ഇതിനകത്ത് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞിട്ടില്ല, എല്ലാ NGOസിൻ്റെ ഉണ്ട്. ഹിന്ദു സമുദായമാണ് അതിൻ്റെ 90% വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുന്നതെന്ന് പറയുന്നത്. ഹിന്ദു സംഘടനകൾ പല പേരുകളിൽ, ഇപ്പം ശ്രീ രവിശങ്കർ അങ്ങനെ ഒക്കെ ഉള്ള മാതാ അമൃതാനന്ദമയി, ഇവരൊക്കെയാണ് ഫണ്ടുകളിൽ കൂടുതലും സ്വീകരിക്കുന്നത്. അവർക്കൊന്നും ഒരു പ്രതിഷേധവും ഇല്ല. അല്ല, കാരണം അവരൊക്കെ കൃത്യമായിട്ട് കണക്കുകൾ കൊടുക്കുന്നുണ്ട്, മറ്റേ ദുരുപയോഗം ചെയ്യുന്നില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട. അമൃതാനന്ദമയിൻ്റെ കൊറിയർ പോസ്റ്റ്, ഈ പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് എന്തൊരു ഇടിയാന്നറിയും. കാരണം 10 കൊടുക്കുമ്പോൾ ഒരെണ്ണം അവർക്ക് കിട്ടും, അവരുടെ എണ്ണം കൊടുക്കാറില്ല. അപ്പോൾ അവൻ്റെ ഭാഗ്യത്തിന് കൂടുതൽ എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ. എങ്ങനെ കൊറിയറുകൾ ഇതാണ് കൊടുക്കാൻ. അതുപോലെ മറ്റേ പോസ്റ്റൽ വഴി വരുന്നത്, ഈ മണി ഓർഡർ, ഇതെല്ലാം കൊടുക്കാനായിട്ട് ഇടിയാ സ്റ്റാഫിൻ്റെ, പോസ്റ്റ്മാന്മാരുടെയും കൊറിയർ കമ്പനിക്കാരുടെയും. എന്താ കാര്യം എന്നറിയും? ഈ 10 കൊടുക്കുമ്പോൾ അവർ പൊട്ടിച്ചോ ഒരെണ്ണം നീ കൊണ്ടുപോകുമെന്ന് പറയും. അത് ശരി, കാരണം വെറുതെ വന്നോണ്ടിരിക്കില്ലേ കാശ്. അപ്പൊ അത്രയ്ക്ക് ഡിമാൻഡായത്. അപ്പൊ അങ്ങനെ 10-50,000-ഓളം അക്കൗണ്ടുകളുണ്ടെന്നാ പറയുന്നത്. ഈ 50,000 അക്കൗണ്ടിൽ 1000 അക്കൗണ്ട് കാണും കൂടി വന്നാണ് ക്രിസ്ത്യാനികളുടെ. അതിനായി ഈ അച്ഛന്മാർ വെള്ളം ഉണ്ടാക്കുന്നു. ശരി, അച്ഛന്മാരല്ല ഇതിനകത്ത് വെള്ളം ഉണ്ടാക്കുന്നത്, ഇതിന്റെ രാഷ്ട്രീയ ഇടനിലക്കാരുണ്ട്, കുറെ രാഷ്ട്രീയ ഇടനിലക്കാരുണ്ട്.
അവരാണ് അവരുടെ മാനേജ്മെന്റ് ജോലി വാങ്ങിച്ചു കൊടുക്കുക, ഉം. ഏഴ് സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത്. അത് ശരി. ഇവിടുത്തെ ഏതെങ്കിലും ഒരു പള്ളിയിലെ ഒരു കന്യാസ്ത്രീ എന്തെങ്കിലും ഒരു ദാരുണമായ സംഭവം ഉണ്ടായാൽ അതിനെതിരായിട്ട് ഏതെങ്കിലും ഒരു ബിഷപ്പ് ഇതെല്ലാം അറിയാവുന്നവരല്ലേ എന്നാ വേണ്ടാത്ത. ഇന്നലെ ആ അച്ഛൻ തന്നെ ചോദിച്ചത്, ഈ മുനമ്പത്തെ ആളുകളുടെ പ്രശ്നം അറിയാൻ വയ്യാത്ത ആളല്ല ആലഞ്ചേരി പിതാവ്. ആലഞ്ചേരി പിതാവിനെതിരെ തന്നെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആലഞ്ചേരി പിതാവ് എന്താ ഇതുവരെ മുനമ്പത്തെ കാര്യത്തെ പറ്റി ഒന്നും പറയാൻ? അതെ. അല്ല, വേറെ രാഷ്ട്രീയ പാർട്ടികൾ ആരും പറഞ്ഞില്ലല്ലോ. BJP ഒരു രാഷ്ട്രീയ പാർട്ടി പറഞ്ഞില്ല. അപ്പോഴും അവർ നിയമം, നിലവിലുള്ള നിയമം പരിശോധിച്ച് കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്യണം എന്നേ അവർ പറഞ്ഞുള്ളൂ. അപ്പോഴത്തേക്ക് കോടതി പോകുന്നു, എന്തിനും എപ്പോഴാണ്. അതെ അതെ. ഇത് തന്നെയാണ് ഈ നിയമത്തിന്റെ കാര്യത്തിലും അവർ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ ഈ ഞാൻ പറഞ്ഞില്ലേ, ഇത് തന്നെ CAA നിയമത്തിന്റെ കാര്യത്തിലും ഉണ്ടായി, SIR-ന്റെ കാര്യത്തിൽ ഈ വേളം കാണിച്ചു. ഇപ്പൊ SIR നടന്നുകൊണ്ടല്ലേ കേരളത്തിലെ വോട്ടിംഗ് പെർസെന്റ് കുറിച്ച് കൂടിയത്, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അറിയാൻ കഴിഞ്ഞത്. അല്ല, മാത്രമല്ല പിന്നെ ഈ ബംഗാളിൽ തന്നെ അതിർത്തിയില്ലാതെ കിടക്കുക 600 കിലോമീറ്റർ. 600 കിലോമീറ്റർ അതിർത്തിയില്ല, ആളില്ല, സ്ഥലം കൊടുക്കില്ല, മതിൽ കെട്ടാൻ സ്ഥലം കൊടുക്കില്ല. സ്ഥലം കൊടുക്കേണ്ടത് ബംഗാൾ ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റിന്റെയാണ് പ്രോപ്പർട്ടി, സ്വത്ത് കൊടുത്തത്. കേന്ദ്ര ഗവൺമെന്റിന് അവകാശമില്ല. സ്ഥലം എടുത്തു കൊടുക്കണം ഗവൺമെന്റ്, അതാണ് ചെയ്യത്തില്ല. വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്, ഇതുപോലെ ഇങ്ങനെ വരിക, നിങ്ങൾക്ക് ഞങ്ങൾ പിന്നെ വോട്ടേഴ്സ് ID കാർഡ് തരാം, ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം. കേന്ദ്ര ഗവൺമെന്റ് അവിടെ നമ്മുടെ അംബാസഡറായിട്ട് ഇയാളെ വെക്കാൻ പോവാന്ന്, ഗവർണറായിട്ട് ഗവർണറായിട്ടല്ല, ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിന്റെ അംബാസഡറായിട്ട് ആരെയാ വെക്കുന്നത്? ആരിഫ് മുഹമ്മദ് ഖാൻ. മറ്റേയാള് തന്നെയല്ല. പക്ഷെ ബംഗ്ലാദേശിന് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. അവർക്ക് ഗവൺമെന്റ് ഇവിടെ വന്നു, നമ്മളിപ്പോ പുതിയൊരു റെയിൽവേ ആരംഭിക്കാൻ പോവുകയാണ്, ഇന്ത്യയുടെ ധനസഹായം വേണമെന്ന് ആവശ്യപ്പെട്ടു, അത് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ആദ്യം സന്ദർശിച്ചത് ബംഗ്ലാദേശിൽ ഇപ്പൊ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രി ആദ്യം സന്ദർശിച്ചത് ഇന്ത്യ. ഷെയ്ഖ് ഹസീനയുടെ ഒരു കാര്യവും അദ്ദേഹം ആവശ്യപ്പെട്ടതുമില്ല. അദ്ദേഹം അല്ലേ നേരത്തെ ഉണ്ടായിരുന്ന മുഹമ്മദ് യൂനുസ് അല്ലേ ഞങ്ങൾ ഷെയ്ഖ് ഹസീനയെ വിട്ടുതരണം, ഞങ്ങൾക്ക് കൊല്ലാൻ വേണ്ടി. അങ്ങനെയുള്ള ഇപ്പം ബന്ധം വളരെ ദൃഢമായ. അവർക്ക് മനസ്സിലായി ഇനിയും പാകിസ്ഥാന്റെ കയ്യിലോട്ട് പോകുന്നതിനെക്കാട്ടും നല്ലത്. അതെ, നല്ലതാണെന്ന് മനസ്സിലായി. നല്ല വഴി. പാകിസ്ഥാനിലല്ല പോയത്, ചൈനയിലും അല്ല പോയത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി റഹ്മാൻ ആദ്യം വന്നത് ഇന്ത്യയിലേക്ക്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി വന്നത് ഈ ഇന്ത്യയായിട്ട് ബന്ധമായോടുകൂടി ആ 4 സംസ്ഥാനങ്ങൾ, രാജ്യങ്ങളിൽ, ബർമ്മ, നേപ്പാള്, ആ അതിർത്തിയിലുള്ള ഡാർജിലിംഗ്, ഈ സ്ഥലങ്ങളെല്ലാം സുരക്ഷിതമായി. സിക്കിം എല്ലാം സുരക്ഷിതമായിട്ടുള്ളൊരു മേഖലയായി. ആ നമ്മുടെ സപ്തലക്ഷ്മി എന്ന് പറയുന്ന ആ പ്രദേശങ്ങൾ, പിന്നെ നോർത്ത് ഈസ്റ്റ് പോളിസി തന്നെ നമ്മുടേത് വിജയകരമായി എന്ന് വേണമെങ്കിൽ നമുക്ക് ഏകദേശം പറയാൻ പറ്റും. മാത്രമല്ല മറ്റേ ആ ഭാഗത്ത് തന്നെ നമ്മുടെ ഈ ഡാർജിലിംഗിൻ്റെ ഒക്കെ ഈ ഭാഗത്താണ് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പോകാനായിട്ട് സിലിഗുരി എന്ന് പറഞ്ഞ സ്ഥലം, സിലിഗുരിയുടെ ബോർഡറായത് ഈ സ്ഥലങ്ങളെല്ലാം. അവിടെ നമുക്ക് ഈ ഫ്രീ പോർട്ടാണ് അവിടെ. ഫ്രീ പോർട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൈമാറുന്നതിനും അവിടെ പോയി മേടിക്കാനും ഇതിനൊക്കെയുള്ള സൗകര്യമുണ്ട്. അവിടെ നേരത്തെ കൈകടത്താൻ സമ്മതിക്കത്തില്ലായിരുന്നു. അവിടെ അതുവഴിയായിരുന്നു ഈ ചാരന്മാരും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പം അതൊക്കെ നിന്നിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് FCR എന്ന് പറയുന്ന ആരെയും പേടിപ്പെടുത്താനും പേടിക്കേണ്ടതായിട്ടുള്ള ഒരു നിയമമല്ല. തീർച്ചയായിട്ടും ഒരു രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന്, ഈ ക്രിസ്ത്യാനികളുടെ തന്നെ സുരക്ഷിതത്വത്തിന് ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അതെ, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന പൈസ ആയിരിക്കും, അവർ വാങ്ങിക്കുന്ന പൈസ ആയിരിക്കും, ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആരും അതിനകത്ത് പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല. അത് ആവശ്യം വേണ്ടതാണ്. അത് ദേവസ്വം ബോർഡിനായാലും വേണം, വഖഫ് ബോർഡിനായാലും വേണം, മന്ത്രിസഭയ്ക്കായാലും വേണം. അങ്ങനെ വരുമ്പം സ്വാഭാവികമായും ഇവർ പറയുന്നതിനും ഒരു വിശ്വാസ്യത അവരുടെ അണികളുടെ ഉണ്ടാവും. അതെ, ഇപ്പം എന്ത് പറഞ്ഞാലും എതിർപ്പ് സഭാനാഥന്മാരുടെ ഭാഗത്ത് നിന്നാണ്. അൽമായർക്ക് ഇതിൽ എതിർപ്പൊന്നുമില്ല. പിന്നെ ദീപികയ്ക്ക് എതിർപ്പ് വരാൻ കാര്യം അത് ടെയിൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ പണം കൊണ്ട് നടത്തുന്ന പഴയ ക്രിസ്ത്യാനികളുടെ പത്രമല്ല, അല്ല, ഫാരിസ് അബൂബക്കറിന്റെ പത്രമായതുകൊണ്ടാണ് അവർക്ക് വേറെ താല്പര്യങ്ങൾ. ഫാരിസ് അബൂബക്കർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ
റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. അതെ അതെ എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അതിലേക്കൊരു വെളിച്ചം വീശിയ ഒരു സംവാദമാണ് താങ്കൾ ഇതുമായിട്ട് നടത്തിയത്. എന്തായാലും അതിലൊരു വെളിച്ചം ഈ കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം ഇല്ലാതാക്കി ഞങ്ങളുടെ അത് സംവാദം. മാത്രമല്ല ഈ കമാൽ പാഷയെ പറ്റിയുടെ പറയണം നമ്മൾ. ആ. കമാൽ പാഷയെ പോലുള്ള ഒരാൾ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയാണ്. ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണങ്ങൾ നടത്താൻ പാടില്ല എന്ന്. തീർച്ചയായിട്ടും തെറ്റിദ്ധാരണ വരുത്തുന്ന ഉത്തരവാദിത്തത്തോടെ സംസാരിക്കേണ്ട വ്യക്തികൾ ഈ കുളം കലക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയാൻ പാടില്ല. എന്നിട്ട് മാത്രമല്ല പുള്ളി അതിന്റെ കൂട്ടത്തിൽ കാര്യം പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. ശരിയായിട്ടുള്ള പഠനം നടത്താത്ത ശ്രദ്ധക്കുറവിന്റെ ഫലമായിട്ടുണ്ടാവുന്നത്. മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലോ ഇതിനകത്ത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സിഖുകാരാണ്. അതെ അതെ. ഈ അഗർവാൾ അവൻ്റെ കാശ് കൊടുന്ന കേജ്രിവാളിന്, കേജ്രിവാളിൻ്റെ പൈസ മുഴുവൻ ഈ സിഖ് കൊണ്ടുവന്ന, അല്ലാണ്ട് അയക്ക് പഞ്ചാബിൽ എന്തോ ഇത്ര വലിയ ഓടും. അതെ അതെ. അപ്പം അത് കൂടെ സിഖ് ഇതും കൂടെ തടയാൻ ഉദ്ദേശിച്ച് തന്നെയാണ് ഇത് വന്നത്. അങ്ങനെ ആ രീതിയിൽ അവർക്ക് നല്ല കാര്യം തന്നെയാണ്, എതിർക്കപ്പെടേണ്ട ഒന്നല്ല, വളരെ വ്യക്തമാണ്. ഓക്കെ, നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ പേരിൽ ഒരു കൺഫ്യൂഷൻ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇടയിൽ ഉണ്ടാക്കാൻ പാടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.